ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മറ്റ് സ്ത്രീകൾ തന്നെയാണ്. ഇങ്ങനെയുള്ള കുറേയധികം അനുഭവങ്ങൾ നേരിട്ട് അറിയാനായിട്ടിടയായപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പഠിക്കാനും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചു. അപ്പോൾ കിട്ടിയത് വളരെയധികം തിരിച്ചറിവുകളായിരുന്നു. ഇങ്ങനെ മറ്റുള്ള സ്ത്രീകളെ വേദനിപ്പിക്കുന്നവരെ ഒന്ന് വിശദമായിട്ട് വിലയിരുത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ അവർ ഒരുപാട് വേദനകൾ കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. ഹേർട്ട് പീപ്പിൾ എന്ന് പറയും. അതായത് ഓൾറെഡി ഉള്ളിൽ മുറിവേറ്റിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ മനഃപൂർവ്വം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്. അതായത് ചുറ്റുപാടിൽ നിന്നുള്ള നെഗറ്റിവിറ്റി അവരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള ഇമോഷൻസ് എങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യണമെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിങ്ങനെ ഉള്ളിൽ അടക്കി വെക്കുന്നത് കൊണ്ട് അതൊരിക്കലും അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല. പക്ഷെ കാലം കഴിയും തോറും അതിൻ്റെ തീവ്രത കൂടി വരികയുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയിൽ നിന്നും മറ്റൊരു സ്ത്രീയിലേക്ക്, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുകയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് അമ്മായിയമ്മ മരുമകൾ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ ഒന്ന് വിശദമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ പ്രശ്നമോ അല്ല, ഒരു സൈലന്റ് പവർ ഗെയിമാണ്. അതായത് കുടുംബത്തിന് എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ നിൽക്കുന്ന പുരുഷൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഈ രണ്ട് സ്ത്രീകളുടെ വൈകാരിക ആരോഗ്യം, ഇതെല്ലാം തന്നെ തകരാറിലാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അമ്മായിയമ്മ മരുമകൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും അമ്മായിയമ്മമാരെ കുറ്റപ്പെടുത്തുകയല്ല, അവരും ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലുള്ള വേദനിപ്പിക്കലുകളുടെ ഇരകളായിട്ടിരുന്നിട്ടുള്ളതാണ്. അവരുടെ അമ്മമാരിൽ നിന്നോ അമ്മായിയമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ആളുകളിൽ നിന്നോ ഒക്കെ പല ബുദ്ധിമുട്ടുകളും നിശബ്ദം സഹിച്ചിട്ടുണ്ടാവാം. കുടുംബത്തിന് വേണ്ടി അവരുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടാവാം. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുകയും കോംപ്രമൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തു കാണും. ഇതുകൊണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാതെ അവർ ഈ തലമുറയിലേക്ക് ഇതൊക്കെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, കോളേജിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നത് പോലെ ജൂനിയേഴ്സ് അത് അവരുടെ ജൂനിയേഴ്സിനാണ് കൊടുക്കുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അവരെ വേദനിപ്പിച്ചവർക്കല്ല, അത് അവരുടെ താഴെയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ. ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള മധ്യവേനൽ അവധിക്കാലത്ത് നടത്തുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന 10 ദിവസത്തെ ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ അവസാന ദിവസ റാലിയിൽ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. ആ ഒരു രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അതായത് അതിൻ്റെ തീവ്രത ഒട്ടും തന്നെ കുറയാതെ നമ്മൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇത് നമുക്ക് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കേൾക്കുന്ന എല്ലാ മരുമക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വേദനകളൊക്കെ യഥാർത്ഥമാണ്. നമ്മൾ ഒരിക്കലും ഇമോഷണലോ സെൻസിറ്റീവോ അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യുകയോ ഒന്നുമല്ല. നമ്മുടെ പ്രതീക്ഷകളൊക്കെ നിറവേറപ്പെടാതെ പോയപ്പോൾ നമ്മളവിടെ വൈകാരികമായിട്ട് ആകെ തകർന്നു പോയതാണ്. എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഒരു മനഃപൂർവ്വം ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ നമ്മളിത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കും. അതുപോലെ നമ്മൾ പ്രായമായി ഒരു അമ്മായിയമ്മയായാൽ നമ്മുടെ മരുമകൾക്കും കൊടുക്കും. ഇനി അമ്മായിയമ്മമാരിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. ഇത് ഞാൻ പറയാനായിട്ട് കാരണമെന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. കാരണം പ്രായമുള്ള ആളുകളെ അവരുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് ബന്ധങ്ങൾ പഴയതിനേക്കാൾ വഷളായ കുറേ അധികം അനുഭവങ്ങൾ നേരിട്ടറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പഴയ കാലം നിങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയതാണ്. അതൊരിക്കലും നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ ഒരുപാട് വേദനകൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ മുൻപിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ അതിനെ മറ്റൊരു സ്ത്രീയുടെ കണ്ണുനീരിന് കാരണമാക്കി മാറ്റാം, അതല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇനി ഒരു സ്ത്രീ അനുഭവിക്കരുത് എന്ന് ചിന്തിച്ചിട്ട് ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തയ്യാറാവും. നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളാണ് മരുമകളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒപ്പം ജീവിക്കാനായിട്ട് അവസരം ലഭിക്കുന്നത്. ആ ഒരു അവസരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് ഉപയോഗിക്കുക. അല്ലാതെ അധികാരം കാണിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. എന്തായാലും അന്തിമ തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ പ്രായത്തെയും കാഴ്ചപ്പാടിനെയും ഒക്കെ ഞാൻ മാനിക്കുന്നു. ഏതാണ് ഉചിതം എന്ന് തോന്നുന്നത് അതുപോലെ ഒരു തീരുമാനം എടുക്കുക. എന്നാൽ ഈ ഒരു തലമുറയിൽപ്പെട്ട സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടോക്സിക് സൈക്കിൾ നമ്മളിലൂടെ അവസാനിക്കട്ടെ.
നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായവർ ആരായാലും നമുക്ക് കുറ്റപ്പെടുത്തലുകളൊക്കെ നിർത്തി ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. കാരണം ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ സ്ത്രീകളുടെ വൈകാരിക ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അമ്മമാരോടും അതുപോലെ മുത്തശ്ശിമാരോടും ഒക്കെ ഒപ്പമാണ്. അവരുടെ മാനസികാവസ്ഥ എന്താണോ അത് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഈഗോയും അധികാര പിടിവലികളും ഒക്കെയുള്ള കുടുംബങ്ങളല്ല, സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ വേദനിപ്പിക്കലുകളുടെ ചെയിൻ ബ്രേക്ക് ചെയ്യുന്ന ശക്തരായ സ്ത്രീകളായി നമുക്ക് മാറാം. നമ്മുടെ തലമുറകൾ നമ്മൾ കൈമാറി കൊടുക്കുന്ന വേദനകളില്ലാതെ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. ഈ ഒരു മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.